ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ചെക്കൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുന്നിടം വരെയായിരുന്നു പാർട്ട് 1 കണ്ടത്. ഇനി നമുക്ക് ചെക്കൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പം ഓക്കെ, ബാ. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് ചെക്കൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇനി അവിടെ വല്ല ചടങ്ങുകളോ കാര്യങ്ങളോ കോഴിക്കോട് സ്റ്റൈൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ ഈ വീഡിയോയിൽ കാണാം. പിന്നെ പോകുന്ന വഴിക്ക് കുറേ അടയ്ക്കാമരം കണ്ട്. ഇവിടെ കൂടുതലും അടയ്ക്കാമരം കൃഷിയാണെന്ന് തോന്നുന്നു. കുറേ അടയ്ക്കകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കണ്ട്. പിന്നെ ഞങ്ങൾക്ക് വഴി ഒന്ന് ഇടയ്ക്ക് വെച്ചൊന്ന് ചെറുതായിട്ട് തെറ്റി ഗൈസ്. അത് താഴെ വള്ളിയാട്ട് അമ്പലത്തിന്റെ കപ്പട്ടിലേക്ക് പോകുമ്പോ കപ്പട്ടിലേക്ക് പോകുമ്പോ താഴെ വള്ളിയാട്ട് ക്ഷേത്രത്തിന്റെ പിന്നെ ബോർഡുണ്ട്. അതിലോട്ട് കയറി നേരെ തന്നെ പോയാൽ മതി. നെൽപ്പറ്റ റോഡല്ല, നെൽപ്പറ്റ റോഡ് കപ്പട്ടല്ലേ. അവർ പറയുന്ന ചിലതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടാൻ പോയില്ല. ഞങ്ങൾ അവർ പറയുന്നതും കേട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആദ്യം പോകുന്നതാണ് ജീവൻ ചേട്ടൻ. ജീവൻ ചേട്ടൻ്റെ തൊട്ട് ബാക്കി വരുന്നതാണ് ഐഷു. ഐഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ചേട്ടൻ്റെ വൈഫ്. അങ്ങനെ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഇതാണ് ചെക്കൻ്റെ വീട്. വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി കറങ്ങി വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, നമുക്കവർ ഹോർലിക്സ് തന്നായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആസ് യൂഷ്വൽ ചെക്കൻ്റെ വീട്ടിലെ അടുക്കള പോയി കണ്ട്. എന്നിട്ട് നേരെ തിരിച്ചിറങ്ങി ഫുഡ് കഴിക്കുന്ന സ്ഥലം തപ്പി ഇപ്പം നടക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ചെന്നിരുന്നപ്പോഴത്തേക്ക് ജീവൻ ചേട്ടനും ശ്രുതിയും തമ്മിൽ നല്ല മോട്ടനടി. കോഴിക്കോട് കൊല്ലം. കൊല്ലക്കാരോ എനിക്കൊന്നും പറയാനില്ല. ഞാൻ എനിക്ക് കൊല്ലത്തോട്ടിടക്ക് വരേണ്ടതാണ്. പിന്നെ നമ്മൾ കൊല്ലം കോഴിക്കോട് അടിയൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഇൻട്രോവേർട്ടായിട്ടുള്ള അനിയൻ മുഖം മറക്കിയത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഒരു അവസ്ഥയെ 2 എക്സ്ട്രോവേർട്ടും അവന് ഇൻട്രോവേർട്ടും. പിന്നെ ഇവിടെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. സദ്യ 1 ഫ്ലോപ്പ് ആണെങ്കിലും ബിരിയാണി എൻ്റെ ദൈവമേ. ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ വന്നിരുന്നപ്പോഴാണ് ഒരുത്തുന്നുണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടത്. പിന്നെ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എല്ലാവർക്കും ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിലോട്ടല്ല ഗൈസ് വന്നത്. നമ്മൾ വേറൊരു സ്പോട്ടിലോട്ടാണ് വന്നേക്കുന്നത്, ഒരു ഹിഡൻ സ്പോട്ട്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള അടിപൊളി കിടിലൻ സ്പോട്ട്. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു ഗൈസ്. കുറച്ചും കൂടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരുന്നു. ശാന്തമ്മയുടെ നൃത്തമൊക്കെ ഉണ്ടോ? ശാന്തമ്മയാണ് ഈ ഹിഡൻ സ്പോട്ട് കണ്ടുപിടിച്ചത്. എൻ്റെ ഒരു പവറാണ്. പിന്നെ നമ്മുടെ ശാന്തമ്മയുടെ കുറെ കിടിലം ഫോട്ടോസ് എടുത്തു. ഇതാണ് എൻ്റെ ചേച്ചിയുടെ കൂൾ അമ്മയമ്മ. പിന്നെ നമ്മൾ നേരെ പാലത്തിൻ്റെ അടിയിലുള്ള പുഴ കാണാനായിട്ട് ഇറങ്ങി. പാലത്തിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ വഴി കൂടി ഇതുപോലെ ഒരു കാടൊന്നും അല്ല, ഒരു
കാട് കയറി കിടക്കുന്ന സ്ഥലത്തൂടെ വേണം നമ്മൾ പുഴയുടെ സൈഡിലെത്താനായിട്ട്. അപ്പം നമ്മൾ ആദ്യം അവിടെ ഇറങ്ങി നേരെ പുഴയുടെ സൈഡിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ ഒരുമാതിരി നോക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഈ പാലം കാണാൻ വേണ്ടി പട്ടുസാരി കൊടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാവരും വെച്ച് ഞങ്ങൾ ദേശീയ കുടുംബത്തിലെ ആൾക്കാരായിരുന്നു. എന്തല്ലേ. പിന്നെ നമ്മൾ കാലൊക്കെ കഴുകി നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ.